Hello friends, welcome to our channel. അപ്പോൾ നമ്മുടെ Swiggy Hdfc കാർഡ് നമുക്ക് ഡെലിവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അതിന്റെ അൺബോക്സിംഗ് സംഭവമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പാക്കേജ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ബോക്സിംഗ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാൻ ആക്ടിവേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ Swiggy നമ്മുടെ HDFC ബാങ്കിന്റെ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ നമുക്ക് സ്വിഗ്ഗിയിലും അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെ ബാക്കിയുള്ള ഇൻസ്റ്റാമാർട്ട് സംബന്ധിച്ചൊക്കെ നമുക്ക് 10% ക്യാഷ് ബാക്ക് ആണ്. അതും അൺലിമിറ്റഡ് ആണ്. നമുക്ക് ക്യാപ്പിംഗ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ വേറെ കുറച്ച് പാർട്ണർ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. അതിൽ ആമസോണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം. നമുക്ക് എന്തായാലും വെൽക്കം ലെറ്ററിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാർഡ് ആക്ച്വലി നോർമലായിട്ട് വരുന്നത് നമുക്ക് ആനുവൽ ഫീസ് 500 രൂപ പ്ലസ് GST ആണ്. അതുപോലെ തന്നെ ജോയിൻ ഫീസ് 500 രൂപ പ്ലസ് GST ആണ്. നമുക്ക് ലിമിറ്റ് കിട്ടുന്നത് നമ്മുടെ എന്താ പറയുക പഴയ HDFC ബാങ്കിൻ്റെ സെയിം ലിമിറ്റിനെ കിട്ടുക, അതായത് ഷെയർഡ് ലിമിറ്റാണ് കിട്ടുക. അപ്പോൾ അത് വിചാരിച്ചാൽ നിങ്ങൾക്ക് മറ്റേ നോർമൽ നമ്മുടെ പ്രൈമറി HDFC ബാങ്കിൻ്റെ കാർഡിൽ അത്യാവശ്യം ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ലിമിറ്റായിട്ട് കിട്ടുക. അപ്പോൾ അപ്പോൾ മറ്റേ മെയിൻ പ്രൈമറി കാർഡിൽ ഇപ്പോൾ ലിമിറ്റ് കുറവാണെങ്കിൽ അപ്പോൾ എടുത്തിട്ട് പിന്നെ വലിയ കാര്യമില്ല ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാർഡ് കാണിച്ചു തരാം. ഞാൻ കാർഡ് ഓൾറെഡി എടുത്തിട്ട് ഞാൻ ആക്ടിവേറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കാർഡ്. കണ്ടോ, കാർഡ് കാണാൻ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്, കീഡു ലുക്കാണ് കാർഡ് കാണാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ കളറൊക്കെ മാറുന്നുണ്ട്. കണ്ടൊരു മെറ്റാലിക് കാർഡ് പോലെയൊക്കെ തോന്നുമെങ്കിലും കാർഡ് മെറ്റാലിക് അല്ല. പിന്നെ മാസ്റ്റർ കാർഡ് സെക്ഷൻ കാറ്റഗറിയിൽ വരുന്ന കാർഡാണ് കേട്ടോ. അതുപോലെ തന്നെ NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ HDFC ബാങ്കിൻ്റെ മുകളിൽ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി, കിടിലൻ ക്വാളിറ്റി കാർഡ് തന്നെ ഞാൻ എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ വെൽക്കം ലെറ്ററിൽ വേറെ എന്തൊക്കെയാണ് വന്നേക്കുന്നത്, ജസ്റ്റ് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ വെൽക്കം ലെറ്റർ മാത്രമേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ഇത് നമ്മുടെ ഇതാണ് പാക്കേജ് വന്നിരുന്നത്. ആ പാക്കേജിനും ആ കളർ തന്നെയാണ് കണ്ടോ. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ലുക്കായിട്ടുണ്ട്. ഒരു വയലറ്റും ഓറഞ്ചും റെഡും എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല കിടു ലുക്കായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കവറിങ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അതിൽ ഒരെണ്ണം തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് മുകളിൽ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ക്രെഡിറ്റ് ലിമിറ്റ് അവർ കാണിക്കുന്നില്ല. കണ്ടു, ഞാനത് കാണിച്ചു തരാം. നമ്മുടെ ആദ്യത്തെ 3 ദിവസത്തേക്ക്, ആദ്യത്തെ 3 ദിവസമല്ലേ, ആദ്യത്തെ 5 ദിവസത്തേക്ക് നമുക്ക് 5000 രൂപ ടെമ്പററി ലിമിറ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രൈമറി കാർഡിൻ്റെ ലിമിറ്റിലേക്ക് മാറും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്രസ്സ്. കണ്ടോ, ഇതാണ് നമുക്ക് ലിമിറ്റ് വന്നിരിക്കുന്നത്. ലിമിറ്റിൻ്റെ അവിടെ ബാറിട്ടിങ്ങനെ കണ്ടോ. അതിന് ശേഷം താഴെ കാണുന്നുണ്ട് അവർ 5000 രൂപ നമുക്ക് ടെമ്പററി ലിമിറ്റ്. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രൈമറി കാർഡിലേക്ക് മാറുന്നു കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ക്രെഡിറ്റ് കാർഡ് എൻക്ലോസ്ഡ് 1 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഹലോ സ്വിഗ്ഗി HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ജസ്റ്റ് സ്വൈപ്പ് ആൻഡ് ഡൈവ് ഇൻ ടു ദി ഡെലിഷ്യസ് വേൾഡ് ഓഫ് അതിൻ്റെ ക്യാഷ് ബാക്ക് സംഭവങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടോ. ക്യാഷ് ബാക്ക് നമുക്ക് 10% സ്വിഗ്ഗിയിൽ ഓൺ സ്വിഗ്ഗി സ്പെൻഡ്, 5% ക്യാഷ് ബാക്ക് ആണ് ഓൺലൈൻ സ്പെൻഡ്. അതുപോലെ തന്നെ 1% ക്യാഷ് ബാക്ക് ഓൺ അതർ സ്പെൻഡ്. ഫ്രീ 3 months സ്വിഗ്ഗി 1 മെമ്പർഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കാർഡ് ഡെലിവർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. എനിക്ക് ഇതുവരെയൊക്കെ നമ്മുടെ സ്വിഗ്ഗിയിൽ ആക്ടിവേറ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വിഗ്ഗിയുടെ ആപ്പിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മൈ കാർഡ്സ്, അതായത് HDFCയുടെ മൈ കാർഡ്സ് എന്ന വെബ്സൈറ്റിലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് പേപ്പർ, വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് എങ്ങനെ അതിൻ്റെ സ്റ്റെപ്സും അതെങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ പിന്നെ ജനറേറ്റ് ചെയ്യാം, ആ സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയട്ടെ, നമുക്ക് കുറച്ച് കാലം മുമ്പ് വരെ നമുക്ക് മാക്സിമം മൾട്ടിപ്പിൾ കാർഡ്സ് ആയിട്ട് അഡീഷണൽ കാർഡായിട്ട് നമുക്ക് മാക്സിമം 3 കാർഡ് വരെയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ബാങ്കുകൾ പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കുകൾ 3-ന് മുകളിൽ കാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ HDFC ബാങ്കിൻ്റെ കാർഡ് ഓൾമോസ്റ്റ് 4-5 ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മില്ലിയനിയർ കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് കാർഡ് ഉണ്ട്, UPI കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ടാറ്റ ന്യൂ കാർഡ് ഉണ്ട്. പിന്നെ ഈ സംഭവം കിട്ടി. അപ്പോൾ ഞാൻ അതിൽ ഒരെണ്ണം ക്ലോസ് ചെയ്യാൻ പോവാണ്. എന്താ വെച്ചാൽ ഷെയർ ലിമിറ്റ് ആണല്ലോ. പക്ഷേ എനിക്ക് ബാക്കി എല്ലാ കാർഡും കിട്ടിക്കുന്നത് എന്താ പറയുക ചാർജ് ഇല്ലാണ്ടാണ് ഉണ്ടാകും. ഈ കാർഡിന് പക്ഷേ നമുക്ക് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും ഉണ്ട്. ഞാൻ ആക്ച്വലി നമ്മുടെ വ്യൂവേഴ്സിന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് എടുത്താണെന്ന് വെച്ചാൽ എനിക്ക് അല്ലെങ്കിൽ ഷെയർ ലിമിറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ നഷ്ടമാണ് ഷെയർ ലിമിറ്റ് എടുക്കുമ്പോൾ. പക്ഷേ സ്വിഗ്ഗിയിൽ അത്യാവശ്യം നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ബെനിഫിറ്റ് ഉള്ള കാർഡാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാഷ് ബാക്ക് സ്വിഗ്ഗി മണി ആയിട്ടാണ് വരിക. ഡയറക്റ്റ് ക്യാഷ് ബാക്ക് അല്ല വരിക. നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് കിട്ടുന്ന എല്ലാ ക്യാഷ് ബാക്കും നമ്മുടെ സ്വിഗ്ഗി മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിഗ്ഗിയുടെ ആപ്പിലൊക്കെയാണ് വരിക. അപ്പോൾ നമുക്ക് സ്വിഗ്ഗി പർച്ചേസിനാണ് ക്യാഷ് ബാക്ക് ഉപയോഗിക്കാൻ പറ്റുക, വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു കോൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്വിഗ്ഗി ഉപയോഗിക്കുന്നവർക്ക് വലിയ കോൺ എന്ന് പറയില്ല. എന്ന് വെച്ചാൽ സ്വിഗ്ഗി നമ്മൾ അത്യാവശ്യം പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൈസ് ഉപയോഗിക്കാമല്ലോ, ഈ എമൗണ്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ വലിയ നമ്മുടെ ആമസോൺ കാർഡ് നമുക്ക് ആമസോൺ പേ ബാലൻസ് വരുന്ന പോലെ തന്നെ. പക്ഷേ കുഴപ്പമില്ലാത്ത കാർഡാണ് തന്നെയാണ് നമുക്ക്. ഞാൻ അത്യാവശ്യം സ്വിഗ്ഗി സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് വലിയ നഷ്ടം വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കാർഡ്. ഞാൻ എന്തായാലും നമ്മുടെ സ്വിഗ്ഗി കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. നമ്മുടെ ഒരു റെഫറൽ ലിങ്കാണ്, സെറ്റപ്പ് ബേസ്ഡ് ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് വിത്തൗട്ട് നമ്മുടെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സോ അതുപോലെ തന്നെ ഇൻകം ഡോക്യുമെൻറ്റ്സോ ഇല്ലാണ്ട് തന്നെ. മിനിമം സിബിൽ വേണ്ടത് നമുക്ക് 730 എബോ 720 എബോ ഉണ്ടായാലും കിട്ടുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പക്ഷേ റെക്കമെൻഡഡ് 750 തന്നെയാണ് എപ്പോഴും എല്ലാ ക്രെഡിറ്റ് കാർഡിനും. നമ്മുടെ റെക്കമെൻഡഡ് സിബിൽ സ്കോർ 750 തന്നെയാണ് കേട്ടോ. നല്ല മഴ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏജ് ലിമിറ്റ് വരുന്നത് 21 എബോ ആണ്, അപ് ടു 60 ആണ് വരുന്നത്.
ചോദിക്കുന്നത്. പിന്നെ ഒരു മിനിമം ഈ നമ്മുടെ എന്താ പറയുക സാലറി ചോദിച്ചേക്കുന്നത് 20 ആണ്. പക്ഷേ 20-ന് താഴെയുള്ളവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ അത് വലിയ കാറ്റഗറി ആയിട്ട് നോക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ബാങ്കുകളിലും ക്രെഡിറ്റ് കാർഡിൻ്റെ ഭയങ്കര കോമ്പറ്റീഷൻ സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അവരുടെ നമ്പേഴ്സ് ഓഫ് എന്താ പറയുക കസ്റ്റമേഴ്സ് കൂട്ടാനുള്ള തിരക്കിലെല്ലാവരും. അപ്പോൾ പണ്ടത്തെ പോലെ അത്രയ്ക്ക് അങ്ങനെ സ്ട്രിക്റ്റ് സംഭവമൊന്നുമില്ല കാർഡ് കിട്ടാൻ. അപ്പോൾ നമുക്കിതിൽ EMI പർച്ചേസ് ഉണ്ട്. നമുക്ക് ഈ കാർഡ് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറേ പേർക്കുള്ള സംശയമാണ് ആമസോൺ കാർഡ് ആമസോണിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നു. നമുക്കൊരു കമൻസ് കുറേ കമൻസ് അതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊരു സാധനം നമുക്ക് എല്ലാ സാധനം എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ആ പ്രത്യേക സൈറ്റിൻ്റെ പറഞ്ഞാൽ അത് കോബ്രാൻഡ് അത് അവർ പാർട്ട്ണർഷിപ്പ് ചെയ്ത് ഇറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സൈറ്റിൽ അതിന് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഫ്യൂൽ കാർഡ് ആയിക്കോട്ടെ, ട്രാവൽ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ഏത് ക്രെഡിറ്റ് കാർഡുകളായിക്കോട്ടെ നിങ്ങൾക്ക് അത് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ റിവാർഡ് പോയിന്റ്സിന് മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. വേറെ നിങ്ങൾക്ക് എല്ലാത്തും ഉപയോഗിക്കാം. നമ്മുടെ EMI കാർഡ് പോലെ ഒന്നല്ല, നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇന്റർനാഷണലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ HDFC ബാങ്കിൻ്റെ അൺബോക്സിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കിട്ടാനുള്ള ചാൻസ് കൊടുത്തിട്ടാണ്. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ പുതിയ കാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് എന്താ പറയുക അപ്രൂവൽ റേറ്റ് കൂടുതലായിരിക്കും നോർമൽ ബാക്കിയുള്ള കാർഡുകളായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യെസ് ബാങ്കിൻ്റെ BYOC കാർഡിൻ്റെ വീഡിയോ കാണാത്ത പോയി കണ്ടു നോക്കുക. അതിനും ഇപ്പോൾ ഭയങ്കര അപ്രൂവൽ റേറ്റ് കൂടുതലുള്ള കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കൊരു യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കാണുന്നുണ്ടെങ്കിൽ കാണാൻ മറക്കണ്ട. അതിൻ്റെ ഞാൻ നമ്മുടെ റെഫറൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ. അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ രണ്ടാം ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കണ്ട് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ബൈ.